മതപ്പാടുള്ള കബാലി കാട്ടാന റോഡിൽ തുടരുന്നതുകൊണ്ട് അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നു അല്പം മുമ്പ് ഞാൻ പറഞ്ഞു. ആനക്കയം ഭാഗത്താണ് നിലവിൽ ഇപ്പോൾ ഈ കബാലി ഉള്ളത്. സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വളരെ കൂടുതൽ വാഹനങ്ങൾ നീണ്ട ക്യൂവിലാണ് എന്നുകൂടി ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കാട്ടിലേക്ക് ആനയെ കയറ്റിവിടാൻ കഴിയുന്നില്ല എന്നാണ് വിവരം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മലക്കപ്പാറയിൽ നിന്നും അതിരപ്പള്ളിയിൽ നിന്നും പുറപ്പെട്ട വാഹനങ്ങളാണ് ഇപ്പോൾ ഈ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതായത് ഒരു രാത്രി വെളുത്തിട്ടും ഇവർക്ക് ഈ കാട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ല. ഈ മതപ്പാടിലുള്ള ആന ഈ റോഡിൽ തുടരുന്നതാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നത്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിലുണ്ട്. പക്ഷെ അവർക്കാർക്കും ഈ ആനയെ തുരത്താൻ കഴിയുന്നില്ല. ആന മതപ്പാടിലായതുകൊണ്ട് തന്നെ ഈ ആനയെ തുരത്താൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും ആനയുടെ ഭാഗത്തു നിന്നൊരു പ്രത്യാക്രമണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരമൊരു നടപടികളിലേക്കൊന്നും കടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വനം വകുപ്പുമുള്ളത്. ആന സ്വമേധയാ റോഡിൽ നിന്ന് മാറിയാൽ മാത്രമാണ് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ, നിസ്സഹായാവസ്ഥയിലാണ് വനം വകുപ്പുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആളുകളെ സംബന്ധിച്ച് ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ കിട്ടാതെ ഇവർ ഈ വനത്തിൽ തുടരുന്നു എന്നുള്ളതാണ് അവരുടെയും ആശങ്കയ്ക്കിടയാക്കുന്നത്. ഇന്നലെ രാത്രി ഒക്കെ ഈ വാഹനത്തിൽ തന്നെ ഇവർക്ക് കഴിച്ചുകൂട്ടേണ്ടി വന്നു. നേരം പുലർന്നതിന് ശേഷമുള്ള ഒടുവിലത്തെ ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ ഈ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ആന വഴി തടയുന്നത്. പിന്നീട് രാത്രി 9 മണിയോടുകൂടി ആന റോഡിൽ നിന്ന് മാറിയതോടുകൂടി ഗതാഗതം നേരിയ രീതിയിൽ പുനഃസ്ഥാപിച്ചിരുന്നു. പക്ഷേ വീണ്ടും രാത്രിയോടുകൂടി ആന ഈ വഴിയിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. എന്തായാലും ആന ഇപ്പോഴും ഈ റോഡിന് നടുവിൽ തന്നെ തുടരുന്നു. മതപ്പാടിലാണ് കബാലി എന്നുള്ളതാണ് ആശങ്കകൾക്കിടയാക്കുന്നത്.